ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് എന്നിട്ട് സ്വാഗതം പറയുന്നത് എന്നിട്ടൊരു വയ്യ. പിന്നെ ഇന്ന് ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്തെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല കേട്ടോ. ഇപ്പോഴും അറിയാൻ ചോദിച്ചാൽ ഇപ്പോഴും അറിയില്ല കേട്ടോ. അതന്നെ ഒന്നും അറിയില്ല, വേറൊരു കാര്യം. പക്ഷെ എന്നാലും നമ്മളെ അത് ചാനൽ തുടങ്ങുക എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഏകദേശം 1 വർഷം പോയിട്ടുണ്ടായി. കാരണം നമുക്ക് തുടങ്ങണമായിരുന്നു, എങ്ങനെ തുടങ്ങും, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഐഡിയ ഇല്ല രണ്ടുപേർക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളിങ്ങനെ കുറേ ആലോചിച്ച് പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എടി തുടങ്ങ്, എന്തായാലും നീ തുടങ്ങാൻ വേണ്ടി ഇരിക്കുകയല്ലേ, തുടങ്ങ്, ബാക്കിയൊക്കെ അങ്ങ് ക്രമേണ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം കൂടെ തീരുമാനിച്ച് തുടങ്ങി കേട്ടോ. തുടങ്ങി ഇത് അക്കൗണ്ട് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കുന്നില്ല ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളുള്ള കാര്യം പറയുന്നത് എന്താ ഞങ്ങൾക്ക് അറിയില്ല, രണ്ടുപേർക്കും അറിയില്ല. അതെ, അതെ, ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതെ, ഒരു എഡിറ്റിംഗ് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല ഞങ്ങൾക്ക് കേട്ടാ. ഞങ്ങൾക്ക് പക്ഷെ ഇത് തുടങ്ങണം. അങ്ങനെ ഞങ്ങൾ എന്തെടുത്തു, ചാനൽ പിന്നെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനടുത്തുള്ളൊരു കൊച്ചുണ്ടായി. അപ്പോൾ അവളോട് പറഞ്ഞു, അവളത് റെഡിയാക്കി തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം. ഞങ്ങൾ എന്നുവെച്ചാൽ ഒന്ന് ഞങ്ങൾ എങ്ങനത്തെ മൊബൈലാണ്, ഒരു ക്ലിയർ ഉണ്ടാവില്ല. രണ്ടാമത് ഞങ്ങളെന്നാൽ വെറുതെ ഇടാം, നമുക്ക് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇട്ടത്. എന്നിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞിട്ടാകുമ്പം അത് എഡിറ്റ് ചെയ്യണ്ടേ, നമുക്ക് ആർക്കും അറിയില്ല. ഞങ്ങളിവിടെ 3 പേര് മാത്രമേ ഉള്ളൂ, ചേട്ടനും ഞാനും അച്ഛനും. ഞങ്ങൾ 3 പേരേ ഉള്ള. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആർക്കും അറിയില്ല ഇതെങ്ങനെയാണ് എഡിറ്റിങ്, അല്ലെ ഇൻഷോട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്ന് പോലും സത്യത്തിൽ ഞാൻ അറിയുന്നത് അല്ല കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ ഇൻഷോട്ടിലാണ് ഇതൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ ഇത് അറിയുന്നത് തന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തതിന് ശേഷമാണ്. ശരിയാണ് എന്നോട് പറഞ്ഞത്, അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പറഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ അറിയുന്നത്. അതിലിടയ്ക്ക് ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം ഒന്നും അറിയില്ല. ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് അവളോട് പറഞ്ഞു, നീ ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്നോട് കാണിച്ചു തരാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അവൾ വന്നു, ഞങ്ങൾക്ക് എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലേ, നമ്മൾ മൊബൈലിനകത്തെ കാര്യങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പഠിക്കില്ല. ഞങ്ങൾ വീഡിയോയിലെടുത്ത് കൊച്ചുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാം, മണിക്കൂറുകൾ മതി അവര് ഇതിൽ ജീവിച്ചു. നമ്മളെല്ലാം തന്നെ നമ്മളാ ജനിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ലാൻഡ് ഫോണാണ്, അതും വല്ലപ്പോഴും ആരുടെയും വീട്ടിൽ ജനിച്ച സമയത്തൊക്കെ കാണുന്ന ഇതൊക്കെയാണ്. എത്ര കിലോമീറ്റർ അകലെയായിരിക്കും ഒരു വീട്ടിലൊരു ലാൻഡ് ഫോൺ ഉണ്ടാവുക. അതെ, പക്ഷെ നമുക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കുറേ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. സത്യം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്ത് അതിനകത്തൊക്കെ കാണാം. ഒന്നും അറിയില്ല എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. സംസാരിക്കുന്നതിന് സൗണ്ട് കുറക്കാമല്ലോ. അപ്പം ഞങ്ങൾക്ക് അതും അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് കുറക്കേണ്ടത്, ഒന്നും അറിയില്ല. ഞങ്ങൾ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ അങ്ങ് ഇടും. ഞങ്ങൾ അറിയുന്ന ഒരാളുണ്ടായിരുന്നു, ഒന്നല്ല 2-3 പേര് ഞങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെ ഉണ്ടായിരുന്നു. ഇൻഷോട്ടിൽ എല്ലാ കാര്യങ്ങളും അറിയാം. അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല, അതിനെക്കുറിച്ച് അങ്ങനെ കൂടുതൽ അറിയില്ല. ഇപ്പോഴും എനിക്കറിയാം, അവർക്ക് അറിയാം, പക്ഷേ അത് അവരുടെ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരാണ്ടിരിക്കുന്നതൊക്കെ അവരുടെ ഇതല്ലേ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇതാക്കാൻ എനിക്ക് വിഷമമില്ല കേട്ടോ. അത് അവർക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത്, ചിലപ്പോൾ അവരങ്ങനെ പറഞ്ഞതായിരിക്കാം. പിന്നീട് എനിക്ക് മനസ്സിലായി അവർക്കെല്ലാം അറിയാം, എനിക്ക് പറഞ്ഞു തരാണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ അവരോടൊന്നും ചോദിക്കാറില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ ഇങ്ങനെ ഇതായിട്ട് കുറച്ച് ആൾക്കാരോടൊക്കെ ഞാനിങ്ങനെ പരിചയപ്പെട്ടെ. അപ്പോൾ ഇങ്ങനെ ചോദിക്കും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവരെനിക്ക് വീഡിയോ അയച്ചു തരും, എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങി. കുറച്ചൊക്കെ ഇതായി ഇടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളൊരു കുഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴേ ഞാനൊരു കുറഞ്ഞത് എനിക്ക് തോന്നുന്നൊരു 100 പ്രാവശ്യം ഞാൻ കയറി നോക്കും. സബ്സ്ക്രൈബർ ഉണ്ടോ, അല്ലെങ്കിൽ മണിക്കൂർ കൂടിയിട്ടുണ്ടോ, എന്താ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഒരു സബ്സ്ക്രൈബറൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ഞാൻ വിനോദനെ വന്നിട്ട് പറയും, വിനോദ കണ്ടോ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. രാവിലെ മൊബൈൽ കയ്യിൽ പിടിച്ച വൈകുന്നേരം മെസ്സേജ് വന്നെന്താ, ലൈക്ക് എന്താ, കമന്റ് എന്താ, അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബർ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല വീഡിയോ എല്ലായിട്ട് പോലും കുറേ ആൾക്കാർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെ ആയി കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ചെയ്തവരോടൊക്കെ, കാണുന്നവരോടൊക്കെ.
അപ്പം ഇപ്പം ഞങ്ങൾക്ക് എന്താ പറയുക, കുറച്ചേ ഉള്ളെങ്കിലും അത് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വരെ ഞങ്ങൾക്ക് മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3000 മണിക്കൂർ എങ്ങാണ്ട് വേണ്ട, ഇതിനകത്ത് എന്തൊക്കെ ഇതാവണേലും എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം നമ്മളിങ്ങനെ നോക്കുമ്പോൾ 300 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 300 മണിക്കൂറായി. നമുക്ക് സന്തോഷമായിട്ടാ, 300 മണിക്കൂർ ആയല്ലോ. എന്നുവെച്ചാൽ ആരും കാണാണ്ട് എന്തായാലും ആവില്ല, നമ്മളോടുള്ള ഒരു ഇതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴേ ദേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടേ സങ്കടം പറയാനാ വന്നത് നിങ്ങളോട്. കുറച്ച് ദിവസമായി ഒരു 3-5 ദിവസമായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരിക. അതെ, നമ്മൾ വീഡിയോ ഇതില്ലാത്തോണ്ടാണ് ഇതൊന്നും ഞാനൊന്നും പറയാം. ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കാം. 300 ഉള്ളതേ 262 262 വരെ ഇങ്ങനെ ആദ്യം 4 മണിക്കൂർ കുറഞ്ഞു, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരിക. ഞങ്ങളിങ്ങനെ സങ്കടത്തിലിരിക്കുക കേട്ടോ. ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പം. എന്നിട്ട് ഇന്ന് നോക്കുമ്പോൾ എന്തോ കുറച്ച് കൂടിയിട്ടുണ്ട്. 262 ഇത്ര 29 അങ്ങോട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു സമാധാനമായി. കാരണം എൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരിക്കാം, എന്താ പറയുക, ഇടുന്നതിൻ്റെ ഇതുകൊണ്ട് ഒക്കെ ആയിരിക്കാം അങ്ങനെ കുറഞ്ഞു വരാനുള്ള കാരണം. അതെന്താണെന്ന് എനിക്കും അറിയില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തരാൻ പറ്റുവാണെന്നൊന്ന് പറഞ്ഞു തായ കേട്ടോ, എന്തുകൊണ്ടാണ് അങ്ങനെ കുറയുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആ സങ്കടം പറയാനാണ് ഞങ്ങൾ വന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് കുറയുന്നത്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇന്നൊക്കെ എന്നിട്ട് ഞങ്ങൾ വന്നപ്പോൾ ഇന്നിപ്പോൾ എന്നോട് വിനോദ വന്ന ഉടനെ ചോദിച്ചോടി കൂടിയോടി ചോദിച്ചു. കൂടുകയാണ് ചെയ്യുന്നില്ല കുറയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വിനോദ ഇല്ല, ഇന്ന് ഇച്ചിരി കൂടിയിട്ടുണ്ട്, കാരണം 269 ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞാണ് അത് എനിക്ക് ശരിയായിക്കോളൂടി. എന്നോടൻ എപ്പോഴും എന്നോട് അങ്ങനെ പറയൂട്ടാ, എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ എന്നോട് നീ എന്തിനാണ് ഇങ്ങനെ ഇതാവുന്നത്, അതങ്ങ് ആയിക്കോളൂ. അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കും ആവുമായിരിക്കും. എന്നോട് വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ വിചാരിക്കാം ആവുമായിരിക്കും എന്ന് ഞാൻ സ്വയം സമാധാനിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഇത്. അപ്പം ഞാൻ കാണിച്ചു തരാം എത്രയാണ് എങ്ങനെയാണ് ഇത് ഇതായേക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. കുറഞ്ഞതിൻ്റെ ആ ഒറ്റയടിക്ക് കുറഞ്ഞതിൻ്റെ ആ ഒരു വിഷമം നന്നായിട്ട് ഉണ്ടായി നമുക്ക്. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല ശരിക്കും, എന്നാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അതെ, ഒന്നും അറിയില്ല, എന്നാലും നമ്മൾ വല്ലപ്പോഴും എല്ലാം ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതെ, പിന്നെ നമുക്ക് വെച്ചാലില്ലേ ഇതിനകത്ത് കൂടുതലായിട്ടൊക്കെ ചെയ്യാനും പേടിയാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തി എന്തെങ്കിലും എത്തി ആരെങ്കിലും കണ്ട് ദൈവമേ അത് ഒരു ഇതല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അത്രയും സൂക്ഷിച്ചാണ് ചെയ്യുന്നത് അല്ലേ. അത്രയും എനിക്കും അറിയില്ല, ഞാൻ അറിയുന്ന വെച്ചാൽ ചെയ്യുന്നത്. പിന്നോട്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വിനോട്ട ഇങ്ങനെയുള്ളതെന്നൊക്കെ പറയാന്നല്ലാണ്ട് വിനോട്ട് സമയം ഉണ്ടായില്ല കേട്ടോ. രാവിലെ വിനോട്ടം വർക്കിന് പോയി വരുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണിയാവും, ഒരു 6:30-7 മണിയൊക്കെ ആവും വിനോട്ടം വരുമ്പോഴേ. വന്നിട്ട് നമ്മളൊരു കട്ടൻ ചായ കുടിയുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയെല്ലാം ഇരുന്ന് കുറച്ച് സമയമൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ വിനോട്ടം ഒരു കുളിക്കാൻ കയറിയുണ്ട്. കുളിക്കാൻ കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ കൂടുതൽ വേണം കുളിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം നമ്മളതങ്ങ് പോകട്ടെ, അത്രയും സമയം അതങ്ങ് പോയി. പിന്നെ വിനോട്ടനോട് എന്ത് പറയാനാണ് ഞാൻ. പിന്നെ ഞായറാഴ്ച ഉള്ള ദിവസമൊക്കെയാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് നല്ല സുഖമായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് അല്ലെങ്കിലും അതേട്ടാ വർക്കിന് പോയില്ലെങ്കിൽ വിനോട്ടിൻ്റെ കുളി ഇത് തന്നെയാണ്. അത്രയും സമയം വിനോട്ടൻ ഇങ്ങനെ നിൽക്കും. അപ്പം അത് കാരണം അങ്ങനെയൊക്കെ. പിന്നെ വിനോട്ടൻ ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നത് എടുത്തു വെക്കും. അങ്ങനെയൊക്കെയാണ് ഓരോന്ന് ഇടുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഓരോന്ന് ഇടാം, പക്ഷെ നമുക്ക് ആരുമില്ല ഒന്ന് ക്യാമറ പിടിക്കാനോ അങ്ങോട്ട് ചെയ്യാനോ ഇങ്ങോട്ട് ചെയ്യാനോ. എല്ലാ വീട്ടിൻ്റെയും സൈഡിൽ വീടിൻ്റെ പരിസരത്തൊക്കെ കുട്ടികളുണ്ടാവില്ലേ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് അതും ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ പിള്ളേരെ പഠിപ്പിച്ചെടുത്ത് തന്നെ, എനിക്കറിയുന്ന പിള്ളേരെ പഠിപ്പിച്ചു തന്നെ പിള്ളേരെ എടുത്ത് തന്നെ. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് നമുക്കൊന്നും കാര്യമായിട്ട് ഇടാൻ പറ്റാത്ത. പക്ഷേ നമുക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഇപ്പം മനസ്സിൽ. അതെന്താണോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയേണ്ട ഒരു സ്വപ്നം, ഒരു ആഗ്രഹം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊന്ന് ശ്രമിക്കണം. നമുക്ക് ആഗ്രഹമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. അതിൻ്റെയൊക്കെ ഇതായിട്ടാണ് ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്. എവിടെയെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, കാണുന്നവരൊക്കെ ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ്. ആരും കൂടുതൽ കമൻറ്റൊന്നും വരാറില്ല ഞങ്ങൾക്ക്. അപ്പോൾ കമൻറ്റ് ഇതിലൊക്കെ എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
നിങ്ങൾ പറയണം എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നൊക്കെ എന്നോടൊന്ന് പറയും. എന്നോടല്ല, ഞങ്ങളോട്. അതെ. കാരണം എന്നോട് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം, ഞാൻ ഈ കൂടുതൽ ഇതിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്നോട് എന്ന് പറയുന്നത് ഇവരോട് ഞങ്ങളോട്. മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മറക്കില്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. അതാണ് വിനോദനോടും കൂടി ഒന്ന് പറയട്ടെ, നിങ്ങൾ മറക്കരുത് വിനോദനോട് പറയാൻ. അയ്യോ. പിന്നെന്താ പറയാ, നല്ല ചൂടില്ലേ, നല്ല ചൂട് ചൂട്. തുടങ്ങിയിട്ടുണ്ട്. മഴക്കാറുണ്ട്, പിന്നെ അതിലിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടാ. ഞങ്ങള് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ പോയിണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ലൈവ് ഇടണം. ഞങ്ങൾ ഇതുവരെ ലൈവിൽ വന്നിട്ടില്ലേ. എന്നിട്ട് ഞങ്ങൾ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് നോക്കുമ്പോഴേ ഒരു ആനയുടെ പുറകെ പോയിരുന്നു. അതല്ല കേട്ടാ, വെറുതെ പറയാണ്. ലൈവ് ഇടാൻ വേണ്ടിയിട്ട് പോയിട്ട് നോക്കുമ്പോഴേ ലൈവ് ഇടാൻ അറിയില്ല. അവിടെ എത്തിയിട്ട് എന്തിട്ട് ലൈവ് ആവുന്നില്ല. ഞങ്ങൾ അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന 24 മണിക്കൂർ അങ്ങോട്ട് നമ്മളെന്തോ ഇതാക്കിയാൽ മാത്രമേ ലൈവിൽ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് അപ്പം ഞങ്ങൾ ചെന്നാൽ ഇനി ഒരു ദിവസം പോകാം, എന്നിട്ട് ലൈവ് ഇടാം. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം വെറുതെ ലൈവിൽ വന്നു കേട്ടോ. ലൈവിൽ വന്ന് ആരെയും കണ്ടെന്നില്ല. അപ്പോൾ ആരോ ഒരാളുണ്ടായി. അവർ കുറച്ച് സമയം സംസാരിച്ചു ഞങ്ങളോട്. അതുകൂടാണ്ട് പിന്നെ ഒരു ദിവസം ഞങ്ങൾ വെറുതെ എടുത്തു നോക്കി കേട്ടോ. പുറത്തുനിന്നൊക്കെ വരുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായി. അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഇതാക്കി. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് ലൈവ് ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, നടന്നില്ല. എന്തായാലും ലൈവിൻ്റെ ഗുണം എന്താണെന്ന് ഞങ്ങൾ ഇപ്പോഴും അറിയില്ല കേട്ടോ. ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ചുള്ള ഇത്, എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല ഞങ്ങൾക്ക്. പക്ഷെ ഒരാഗ്രഹമുണ്ട് അങ്ങനെ വരണം. അത് എന്തോ ശരിയാവും, എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്ര ആൾക്കാർ ലൈവിൽ വരുന്നുണ്ടാവുക. പക്ഷെ ഇതൊക്കെ എനിക്ക് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ഒന്ന് യൂട്യൂബർ എന്ന് തന്നെ ഒരാളെ ഞങ്ങൾക്ക് പരിചയമില്ല. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളും ഞങ്ങളുടെ കയ്യിലില്ല ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നത്. ഇനി നിങ്ങൾ പറ, ഞങ്ങൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. അതൊരു കമന്റ് ആയിട്ട് ഞങ്ങളെ അറിയിച്ചാൽ മതി. അതെ, ചെയ്യട്ടോ അല്ലേ. ഞാൻ പോണം, എനിക്ക് ഉറക്കം സമയം രാത്രിയാണ് കേട്ടോ. ഞങ്ങൾ നാളെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പൊ എന്നാ ഹായ് ടാറ്റ തന്നെ, ടാറ്റ. ഇത് കണ്ട നിങ്ങൾ കുറഞ്ഞു വരികയെന്നേ, ഇതാണ് ഞാൻ പറഞ്ഞത് 300